കള്ളാടി തുരങ്കപാത കേരളത്തിന്റെ സ്വപ്നപാത. ടൂറിസം മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷ. വയനാടിന്റെ യാത്രാ സ്വപ്നം. ഇങ്ങനെ പോകുന്നു ഓരോ വിശേഷണങ്ങൾ. നമുക്കറിയാം താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര എത്ര ദുഷ്കരമാണെന്ന്. മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്ന് വയനാട്ടിൽ അത്തരത്തിലുള്ള യാത്രയാണ്. മഴക്കാലമായ പിന്നെ പറയുകയേ വേണ്ട. ഇതിൽ നിന്നെല്ലാം ഒരു മോചനം, ഇതിൽ നിന്നെല്ലാം ഒരു ആശ്വാസമായിട്ടാണ് ഒടുവിൽ ഇരട്ട തുരങ്കം വരുന്നത്. എന്നാൽ ഇപ്പുറത്ത് കൃത്യമായ പാരിസ്ഥിതിക പഠനം നടത്താതെയാണ് തുരങ്ക നിർമ്മാണമെന്നും ഇത് മറ്റൊരു ദുരന്തത്തിന് വഴിയൊരുക്കുമെന്നുള്ള ചർച്ചകളൊക്കെ തുടക്കം മുതലേ നടക്കുന്നുണ്ട്. ഇപ്പോഴും ആ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുന്നുണ്ട്. എന്നാൽ ദുരന്തത്തെയും വികസനത്തെയും നമ്മൾ രാഷ്ട്രീയമായി കാണേണ്ടതില്ല, അങ്ങനെ കാണാനും പാടില്ല. എന്നാൽ ഈ തുരങ്കം നാടിന് നാശം വിതയ്ക്കുമോ എന്നുള്ള ചോദ്യം നമുക്ക് മാറ്റിവെക്കാനും ആവില്ല, അല്ലെ? അപ്പോഴാണ് വയനാടിനുണ്ടായ ഓരോ ദുരന്തവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. 1984 വലിയ ദുരന്തം വയനാട് നേരിട്ടതാണ്. അതിന്റെ ചരിത്രമുണ്ട്. അതിനുശേഷം 2019 പുത്തുമല ദുരന്തം, അത് കഴിഞ്ഞ് നമ്മൾ നേരിട്ട വലിയൊരു പ്രളയം, അത് കഴിഞ്ഞ് 2024 മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ഇങ്ങനെ പോകുന്ന ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മഴക്കാലം എത്തുമ്പോൾ വയനാട്ടിൽ നിന്ന് കേൾക്കാൻ കഴിയുന്ന അത്ര സുഖകരമായ ഒരു വാർത്തകളായിരുന്നില്ല, അല്ലെ? വയനാട് എന്ന പ്രകൃതി സുന്ദരമായ ഒരു നാട്, അവിടേക്കുള്ള യാത്ര എന്ന് പറയുന്ന മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. എന്നാൽ നല്ലൊരു ശതമാനം ആളുകൾ ഇന്ന് വയനാട്ടിലേക്കുള്ള യാത്ര ഭയക്കുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടി വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഭീതി ജനിപ്പിക്കുന്ന നാടായി വയനാട് മാറുമോ എന്നുള്ളതാണ്. അങ്ങനെ മാറാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. ഇനി കള്ളാടി തുരങ്കപാതയിലേക്ക് വന്നാൽ 8 കിലോമീറ്റർ വരുന്ന ഇരട്ട തുരങ്കം. ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജുകൾ. പെട്ടെന്ന് ഒരു അപകടം ഉണ്ടായാൽ ഒരു ടണലിനെ നമുക്ക് എസ്കേപ്പ് ടണലാക്കി മാറ്റാം. 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറയിലായിരിക്കും, CCTV നിരീക്ഷണത്തിലായിരിക്കും. അതുപോലെ തന്നെ 1.5 മണിക്കൂർ സമയ ലാഭം. അതുപോലെ തന്നെ 35 കിലോമീറ്ററിന്റെ കുറവാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. ചികിത്സക്കൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന വയനാട് ജനതയ്ക്ക് താമരശ്ശേരി ചുരം ഇറങ്ങാതെ ഇരട്ട തുരങ്കം വഴി പെട്ടെന്ന് തന്നെ നമുക്ക് കോഴിക്കോട് എത്താൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയൊരു ഗുണം ഇതിലൂടെ ഉണ്ടാകുന്നു. 2 വർഷം കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തിയാക്കുന്നതെന്ന് പറയുന്നത്. 2134 കോടിയാണ് ഈ തുരങ്കപാതയ്ക്ക് ചെലവ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ 2ാമത്തെ ഇരട്ട തുരങ്കമാണ് ഈ കള്ളാടി തുരങ്കപാത എന്നുള്ളത്. 2025 പരിസ്ഥിതി അനുമതി ലഭിച്ചിട്ടാണ് ഈ പ്രവർത്തനം തുടങ്ങി എന്നതാണ് പറയപ്പെടുന്നത്. എങ്കിലും നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. വെറും മീറ്റർ മാത്രമാണ് തുറന്നിട്ടുള്ളത്. 8 കിലോമീറ്ററോളം തുരങ്കം തുറക്കണം. കഴിഞ്ഞ സർക്കാർ പറയുന്നു ഈ സർക്കാരിന്റെ അനാസ്ഥയാണ്, ഈ സർക്കാർ പറയുന്നു കഴിഞ്ഞ സർക്കാരിന്റെ അനാസ്ഥയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നുണ്ട്. കരാർ കമ്പനിക്ക് മേൽ പഴിചാരുന്നുണ്ട്. കരാർ കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞു ഇത് മനുഷ്യനിർമ്മിത അപകടമല്ല, മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ തുരങ്കം നിർമ്മിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുന്ന് ഇടിയുകയാണ് ഉണ്ടായത്. ഇത് നമ്മുടെ PWD ലാൻഡിന്റെ പുറകുവശത്ത് അത് ഫോറസ്റ്റ് ലാൻഡാണ്. ആ ഭാഗം നമ്മുടെ കൺട്രോളിലുള്ളതല്ല. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ലാൻഡ് സ്ലൈഡ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. നമുക്കറിയാം വികസനം നാടിന് ആവശ്യം തന്നെയാണ്. എങ്കിലും വയനാട് പോലുള്ള സെൻസിറ്റീവായ ഒരു ഭൂമിയിൽ ഇത്രയും വലിയൊരു തുരങ്കം നിർമ്മിക്കുമ്പോൾ കൃത്യമായ പഠനം ആവശ്യമാണ്, അല്ലെ? ചെറിയൊരു പിഴവ് മതി വലിയൊരു ദുരന്തമായി മാറാൻ എന്നുള്ളതാണ്. അവിടെയും മനുഷ്യരുണ്ട്. കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് വികസനം ഉണ്ടാകേണ്ടത്.